എങ്ങനെയാ പ്രശ്നം ചിന്തിക്കേണ്ടത് എങ്ങനെയാ? അല്ല കൽക്കിപുരി അല്ലേ? അല്ല, നമ്മളിപ്പോ ഭഗവാന്റെ പേരില് പിന്നെ ഇതാണെങ്കിൽ അവർക്ക് നാമധേയുണ്ട്, നക്ഷത്രം ഉണ്ടാവും. ഇപ്പം ശിവനാണെങ്കിൽ തിരുവോണം, തിരുവാതിര. അപ്പം ഒരു സങ്കല്പ നക്ഷത്രം വേണ്ടേ? ചോദ്യ നക്ഷത്രം കൽക്കി എന്നുള്ളത് നോക്കാം അല്ലെ? അതെ, അത് അതല്ല പ്രശ്നം. പക്ഷെ ആരൂഢം തഥാപ്യാരൂഢമഞ്ചായ മുഖ്യമായിട്ടുള്ളത് പ്രശ്നം വെച്ചിട്ട് അതൊരു വ്യാഴം വന്നിട്ടുണ്ട്. വ്യാഴത്തിന്റെ ഉച്ചരാശിയിലാണ് ഈ പ്രശ്നം വന്നത്. അതിൽ പ്രധാന ഒരു പഞ്ചമഹായോഗത്തിൽ ഒരു പ്രധാന യോഗമാണല്ലോ, ഹംസയോഗത്തെ കാണിക്കുന്നതാണല്ലോ പ്രശ്നത്തിന്. മറ്റെന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും നിശേഷ ദോഷഹരണേ ഗുണവർദ്ധനേജ വീര്യമുന്നോ അധികമസ്ഥഗരഗ്രഹഭ്യ എന്നുള്ള നിയമപ്രകാരം എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാവുന്ന വ്യാഴത്തിന്റെ ഉച്ചരാശിയിൽ ഈ പ്രശ്നം വന്നതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഇതല്ലേ ആദ്യമായി സൂചിപ്പിക്കുന്നത്. വളരെ അത്ഭുതം. അന്ന് അവിടുത്തെ സ്വർണ്ണ പ്രശ്നത്തില് നമ്മൾ ഈ ഇദ്ദേഹത്തെ ചിന്തിച്ച രാശിയും ഈ കർക്കിടക രാശിയാണ്. വ്യാഴത്തെ കൊണ്ട് സന്താന ചിന്തന നടത്തിയപ്പോ അവിടെയും ചിന്തനയ്ക്ക് വിധേയമായ രാശി ഈ കർക്കിടക രാശിയാണ്. ആ കർക്കിടക രാശിയിലാണ് നമ്മൾ കലിയുഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ടായത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രശ്നം വെച്ചപ്പോ ആ രാശി തന്നെ വന്നു. അതൊരു അത്ഭുതം തന്നെയാണല്ലോ, ഒരു വിശേഷ ഇതാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ മാറി വരാലോ. പക്ഷെ ശാസ്ത്രത്തിന്റെയും ഈ ദൈവികമായ അനുഗ്രഹത്തിന്റെയും ഒരു ശക്തി എന്തോ ഈ വ്യക്തിയിലൂടെ പ്രസരിക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവ് തന്നെയായിരിക്കും അല്ലേ? ദൃഷ്ടി കേന്ദ്രഗതയ സിംഹസ്യ ലഗ്നസ്ഥിതി ശംഭോഹ സന്നിധി സൂചകാഹ എന്നുള്ള നിയമപ്രകാരം ഈ കർക്കടകം ആരൂഢമായിട്ട് വ്യാഴം ആരൂഢത്തിൽ വന്ന് 7 അംശിച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു വൈഷ്ണവ അല്ലെ പ്രാധാന്യമുള്ളതായ വ്യക്തിയാണ് എന്നുള്ളത് സൂചിപ്പിക്കല്ലേ? ഭാഗ്യാധിപതിയാണ്. അതൊരു പിതൃ പരമ്പരയെ മുഴുവൻ സ്മരിപ്പിച്ചുകൊണ്ടാണ് വന്നതും. ഒരു പിതാവിന്റെ അല്ലെ 9ാം ഭാവത്തെ കൊണ്ട് ജനകൻ അല്ലെ ഭാഗ്യധർമ്മതയാ പുണ്യ ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം ഇതൊക്കെ അർഹിക്കുന്നതായ ഒരു പിതൃപരമ്പരയുടെ അനുഗ്രഹാശിസ്സുകള് ഈ വ്യക്തിയിലേക്ക് ഉണ്ട് എന്നതിന്റെ പൂർണ്ണ തെളിവാണ് ആരൂഢം. ഈ ഉപാസനാമതിയായ വ്യാഴം അല്ലെ 9ാം ഭാവാധിപത്യം വഹിച്ച് ധർമ്മേശ്വരേണൈവഹി പൂർവജന്മവൃത്തം ജന്മാന്തരത്തിന്റെ കർത്തൃത്വം വഹിച്ചുകൊണ്ടാണല്ലോ ലഗ്നത്തിൽ ഉദിച്ചത്. എന്നിട്ടാണല്ലോ ഈ പഞ്ചമഹാരാജീവത്തിൽ അർത്ഥധർമ്മ സുഖഭം നൃപപൂജ്യ ശേഷ്മളോ ഗുരുസുര ദ്വിജഭക്ത സുസുര പ്രതികീർത്തിരുദാരോ ഹംസജസുരുചിരശ്ചിരജീവി. അർത്ഥം ശബ്ദത്തുണ്ടാക്കി തീർക്കാനും ധാർമ്മികമായി ധാർമ്മികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനും സുഖഭാക്ക് അല്ലെ വളരെ സമാധാനമായിട്ടുള്ളതായ അവസ്ഥ അനുഭവിക്കാനും മറ്റുള്ളവരിലേക്ക് തന്നെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനും നൃപപൂജ്യ രാജാക്കന്മാരാൽ പൂജിക്കപ്പെടുത്താൻ ബഹുമാന്യരായ ആൾക്കാരൊക്കെ അല്ലേ പിന്നെ അനുഗ്രഹിക്കാനാവുന്ന അവസ്ഥ വരാം. ഗുരുസുര ദ്വിജഭക്ത ഗുരുജനങ്ങളെയും സുരന്മാരെ ദേവന്മാരെയും ദ്വിജന്മാരെയും ഭക്തി ബ്രാഹ്മണരെയും ഭക്തി ഉണ്ടാവുക. പ്രഥിത കീർത്തി വളരെ സൽകീർത്തിയായിട്ട് ജീവിക്കാം. പ്രഥിത കീർത്തി എന്ന് പറഞ്ഞാൽ അസാമാന്യമായ കീർത്തി തന്നെയാണ്. സാധാരണ കീർത്തി എന്നുള്ളതിനാണ് പ്രഥിത കീർത്തി എന്ന് പറയുന്നത്. പ്രഹർഷേണയുള്ള കീർത്തിയ അതിശയോക്തമായിട്ടുണ്ടാവുന്ന കീർത്തിയ. സുരുചിര ചിരജീവി എന്ന് പറയുമ്പോൾ ദീർഘായുഷായിട്ട് ജീവിക്കുക. ഈ വക ഫലങ്ങള് ധർമ്മങ്ങളൊക്കെ കൊടുത്തതാണ് ഈ വ്യാഴം ലഗ്നത്തില്. എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും ഈ ഫലങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയിലേക്ക് വളരെ ശ്രേയസ്സിനെ കാണിക്കുന്നതാണ്. ഈ പ്രശ്നത്തിന് നമുക്ക് ആദ്യമായി കിട്ടിയ ഫലം വളരെയധികം ഒരു ദൈവികമായിട്ടുള്ള മറ്റും ഈ വ്യക്തിയുടേതായ പ്രശ്നത്തിൽ ആ വ്യാഴം സർവേശ്വരാണ് ഗുരു. എല്ലാ ഈശ്വരീയമായ ചൈതന്യങ്ങളും ഉൾക്കൊണ്ടതായ വ്യാഴം തന്നെ ഈ പ്രശ്നകാരകത്വം വഹിച്ചു. പ്രശ്നത്തിന്റെ ഗ്രഹമായിട്ട് വന്നു അല്ലെ? ഒരു നല്ലൊരു ഫലം, നല്ല ഫലം. ഇത് മറ്റൊരു തരത്തിൽ ഈ ഫലമായി സഭാവിദ്യതയെ ഭൈഷജീ തസ്യ ഗേഹെ. ഇന്ന് ഈ വിഷയത്തെ പറ്റിയിട്ട് ശരിക്കൊരു സദസ്സ് കൂടി ചിന്തിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് കാണിക്കുന്നതാണ്.
രോഗിയാണെങ്കിൽ വൈദ്യ സദസ്സാണ് വേണ്ടത്. ഇവിടെ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് വരേണ്ടതായ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കേണ്ടതായ സദസ്സ്, അതപ്പോ ജ്യോതിഷ സദസ്സാവാം, മറ്റു തരത്തിൽ വരാം. അപ്പൊ ആ സദസ്സല്ല ഇവിടെ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് സഭാവിദ്യത അല്ലെ, മറ്റേത് പിശക്കുകളാണ് പറയുന്നതെങ്കിലും ഇവിടെ ഇതിന്റെ കാര്യങ്ങൾ കൂടി ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കേണ്ടതായ സദസ്സ് കൂടേണ്ടതുണ്ട് എന്നാണ്. മറ്റൊരു വിധത്തിൽ വരുമ്പോൾ സഭാവിദ്യതയെ ഭൈഷരീതസ്യ പ്രകാരം അനവധി വൈദ്യന്മാര് കൂടിയിരുന്ന് ചികിത്സിച്ചല്ലേ രോഗം കണ്ടെത്തേണ്ടത്. ഈ ലഗ്നത്തിന്റെ പ്രയത്നം കൊണ്ട് അത്തരം കാര്യങ്ങൾ നിഷ്പ്രയാസമാക്കി തീർക്കാവുന്ന അവസ്ഥ, മാറ്റാനുള്ള കഴിവുണ്ടാവുക. മഹാവ്യാധിയോ ഭീതയോ മഹാവ്യാധികളെ ഭേദാക്കാൻ പ്രയാസമുള്ള രോഗങ്ങൾ വരെ ഭേദാക്കാൻ കഴിയുക അല്ലേ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഈ ലഗ്നം ആരൂഢപതിയാണല്ലോ ഈ യോഗം ചെയ്തുള്ളത്. ഈ ലഗ്നത്തിന് സാധിക്കും, അതിന് ദൈവികമായിട്ടുണ്ടാവുന്ന അനുഗ്രഹം ഉണ്ടെന്ന് കാണിക്കുന്നതല്ലേ. തീർച്ചയായിട്ടും പഴയ കാലത്ത് ദേവാംഗനാവാസ തടാകരമ്യം ജലാന്തികം കർക്കടകസ്യ രാശി എന്ന് പറയുന്ന ദേവാംഗനകൾ ദേവഭൂമിയായതും ദേവാംഗനകൾ വസിച്ചതായ ഈശ്വരീയമായ സാന്നിധ്യം ഉൾക്കൊണ്ടതായ ഒരു ഭൂമിയാണെന്ന് കാണുന്നുണ്ട്. സർവേശ്വരാണാം ഗുരോഹോ എന്നുള്ള വ്യാഴത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനവധി ചൈതന്യങ്ങളെ ഒരു കാലഘട്ടത്തിൽ അന്തർലീനമായ സ്ഥലമാണ്. നിങ്ങളുണ്ടല്ലോ ഒരു അച്ഛനും വാസുദേവൻ ശങ്കരനൊക്കെ രണ്ടമ്മ ഒരച്ഛനും ദഗ്ധം നിദൃക്ഷം ഖദരേണ ഭൂയ ശുക്രാംശയോഗാൽ ഉപബ്രഹ്മതേതത്മ യോഗമുണ്ടല്ലോ. കാട്ടുതീ ശക്തി കൊണ്ട് കാട്ടുതീ വീണ് കാടൊക്കെ കത്തി നശിച്ചാൽ രണ്ടാമതൊരു പുതുമഴ പെയ്താൽ വീണ്ടും ശക്തിയായിട്ട് തെളിർക്കുമല്ലോ. അതാണ് ഈ ശുക്രക്ഷേത്രം പ്രശ്നാരൂഢായിട്ട് ആ കുട്ടി സ്വർണം വെച്ച് ഈ ശുക്രക്ഷേത്രത്തിലായതുകൊണ്ട് അതെ ശുക്രഷ്ടഭാവസ്ഥനായിട്ട് 5-ൽ തന്നെ വന്നതുകൊണ്ട് ഈ എത്ര നശിച്ചാലും വീണ്ടും അതിനേക്കാൾ ശക്തിയായിട്ട് വർദ്ധിക്കാവുന്ന യോഗം കാണിക്കുന്നതാണ്. മൃതസഞ്ജീവനി കാലഘട്ടം അല്ലെ, മൃതസഞ്ജീവനി എന്തൊന്നും വലിച്ചാൽ പോലും ജീവിപ്പിക്കുന്നതായ ഒരു ശക്തി കൊടുക്കുന്ന ആളാണ് ആ ശുക്രക്ഷേത്രം. പ്രശ്നാരൂഢായിട്ട് ആ ശുക്രൻ അവിടെ 5-ാം ഭാവത്തിൽ സാന്നിധ്യ ഭാവത്തിൽ വന്നത്. ഈ ദൈവജ്ഞാനം കർക്കടക രാശിക്ക് മാത്രമേ ഉള്ളൂ. സമന്വതകളി സ്ത്രീനിർജിത സൽസുഹൃത്ത് ദൈവജ്ഞാധിപൻ ഭാവം കർക്കടക രാശിയാണ്. ഭാവപതി ഭാവത്തിന്റെ 11 അവതാര ശ്രീരാമസ്വാമിയുടെ മൂന്നാമത്തെ ആളൊരു ദൈവാധീനുള്ള ആളാ. വ്യാഴം ദൈവജ്ഞാനുള്ള നൈസർഗിക ഫലം. വ്യാഴം നിന്നാലും ഇല്ലെങ്കിലും കർത്താവിന്റെ രാശിയുടെ ഫലം ദൈവജ്ഞാനല്ലേ. ആ വ്യാഴം തന്നെ വന്നല്ലോ മൂന്നാമത്തെ രാശി. തിരുവാതിര ചോദ്യ ചതയത്തിൽ പെടുക ഈ പൂർണ്ണമാണല്ലോ. രാജയോഗത്തെ കാണിക്കുന്നതല്ലേ. അതന്നെ പരിവർത്തനം ഇയാളുടെ പ്രകൃതിയാൽ വരുന്നതാണ്. അതൊന്നും ഇയാൾക്ക് തന്നെ ഇയാൾ സ്വയം കഴിവുകൊണ്ട് തന്നെ അയാൾ നന്നാവാനും സാധ്യതയുണ്ട്. അതാണ് ദൈവജ്ഞൻ എന്നുള്ളതും പ്രചുരാലയം, പ്രചുരമായ ആലയം അല്ല, ദൈവജ്ഞ പ്രചുരാലയം. പ്രചുരമായ ആലയം എന്ന് പറയുന്ന പ്രസിദ്ധമായ ആലയം എന്നാ വീടാണ്. അപ്പൊ ഈ വ്യക്തിക്ക് പ്രസിദ്ധമായ ഒരു വീട്, പിന്നെ പ്രശസ്തി, ആ വീട് അത് കലിയുഗല്ലേ. ആ രാശി മേടം വിടവും ഇതിനെ കർക്കടം പ്രതത്രേത ദ്വാപര കലി അല്ലെ. അപ്പൊ ആ കലിയുഗ രാശിയിലാണോ നിൽക്കുന്നത്. അപ്പൊ കലിയുഗത്തിൽ നിന്നിട്ട് ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി വരുമ്പം അപ്പൊ ഇയാളിൽ വെച്ച് ആ നാശപ്പെടുന്നതൊന്നും രക്ഷപ്പെടാനുള്ള ഒരു ഇതാണല്ലോ, ഒരു വഴിയാണല്ലോ. ഈ അല്ല ആ ഭാവം പ്രതി സൗമ്യ പദ്ധതി മണ്ഡപ അമരഗ്രഹദ്യുൽപാദനം കർമ്മണം ആജ്ഞാലംബനയോസ്ഥ സിദ്ധിരവി ദാസാവാപ്തി കീർത്തിദ്ഗമവും ഉണ്ടല്ലോ. സൗമ്യ പദ്ധതി പുതിയ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുകയാണല്ലോ. മണ്ഡപ അമരഗ്രഹദ്യുൽപാദനം അല്ലേ. മണ്ഡപം അമരഗ്രഹം, മണ്ഡപം എന്ന് പറയുമ്പോ മണ്ഡപങ്ങൾ തന്നെ. അമരഗ്രഹം എന്ന് പറയുമ്പോൾ ദേവാലയം. ദേവാലയോ മഠോ മുതലായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ നിർമ്മിക്കേണ്ടതായ കാലമാണ്. അമരഗ്രഹദ്യുൽപാദനം കർമ്മണം അതിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ആജ്ഞ ആലംബനം. ആജ്ഞ കൽപ്പനാശേഷി ഉണ്ടാവുക. ആലംബനം എന്ന് പറയുമ്പോൾ ആശ്രയിച്ച് അനവധി ആൾക്കാരുടെ സാമീപ്യം ഉണ്ടാവും അല്ലെ. 10 ശുഭോദയം വരുന്നത് ക്രമേണ അഭിവൃദ്ധിയിലേക്ക്. പ്രചുരാലയം തന്നെയാ പറഞ്ഞത്. അത് പ്രസിദ്ധമായ ആലയം തന്നെ.
കർക്കിടകല്ലേ ഒരു അവതാരകരെ ചിന്തിക്കേണ്ടതല്ലേ കർക്കിടകം? വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ദേവകാരകത്വം എന്ന് വെച്ചാൽ ഗ്രഹല്ലേ വ്യാഴം. അപ്പൊ വ്യാഴം എന്നൊക്കെ പറയുമ്പോൾ പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. വ്യാഴം ചൈതന്യപൂർണ്ണമാണ്. ഈ വ്യക്തിയുടെ വൈഭവമായിരിക്കല്ലോ വ്യാഴം. അതിന്റെ പൂർവജന്മാർജിതമായിട്ടുണ്ടാവുന്ന ഗുണം കൊണ്ടായിരിക്കാം ഈ അവസ്ഥ വന്നത്. വ്യാഴം തന്നെ ആ വ്യക്തിയെ പ്രതികരിച്ചു വരേണ്ട ആവശ്യമില്ല. മറ്റവരെ ചിന്തിക്കും ശനിയും ബുധനൊക്കെ കിട്ടിയ വ്യക്തിക്ക് മാത്രം വ്യാഴത്തിന്റെ വരാൻ കാരണം വ്യാഴം വൈഷ്ണവ പ്രധാനമായിട്ടുണ്ടാവുന്ന ബന്ധമാണ്. അതാണല്ലോ അല്ല ആ വ്യാഴന്റെ 9 അപ്പൊ അയാളുടെ പൂർവജന്മ ബന്ധം കൊണ്ടാണ് ഈ ജന്മത്തിൽ തപസ് അല്ലേ? തപസ്സിന്റെ ആളാണ് 9-ാം ഭാവം. 9-ാം ഭാവാധിപതിയാണല്ലോ ഈ ലഗ്നം. അസാധാരണ കഴിവുണ്ട്. അതാണ് വ്യാഴം. അതെന്താണെന്ന് വ്യക്തമാവില്ല. അത് തന്നെ ഈ ദൈവികമായിട്ടുണ്ടാവുന്നതിലെ പൂർവ്വ ജന്മാന്തര ബന്ധത്തിൽ നിന്നും നമ്മുടെ ഗുരുപരമ്പരകളിൽ നിന്നും സിദ്ധിക്കുന്നതായ ദൈവികമായിട്ടുണ്ടാവുന്ന ഒരു അപരിമയമായ ചൈതന്യം ഇയാളിൽ അന്തർലീനമാണ്. അതെ ഈ ആരുടെ ഇതാണല്ലോ. അതെ, ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ പരിസരത്തുള്ള ആൾക്കോ എനിക്കൊന്നും വിശ്വാസമില്ല ആ വിഷയത്തിൽ. ശരിയാണ്. അതങ്ങനെയാണ്. അല്ല ഈ ആശ്രമവും അവരെ വരുന്നത് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഭാഗ്യം അതിന് അനുകൂലമായിട്ട് വരാൻ അനുകൂലമായി വരാണ്ട് ഇതിന്റെ ക്രിയയിൽ കൂടി അതിനെന്തൊക്കെ അത് ചിലതങ്ങനെ വരും. ഇപ്പൊ അമൃതാനന്ദമായി വള്ളിക്കാവിൽ ആ പരിസരത്ത് പോയാൽ വലിയ വിലയൊന്നും നമ്മൾ ആ ഭാഗത്ത് പ്രശ്നം പോയാൽ അവിടെ അമൃതാനന്ദ ഒരു പേര് അവിടുത്തെ അവസ്ഥ കണ്ടാൽ നമ്മൾ അവിടുത്തെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. പിന്നെ വ്യാഴം ആ ഭാവത്തിൽ വന്നാൽ തന്നെ നല്ല ഫലല്ലേ ആ വ്യാഴവും. പിന്നെ അതിന്റെ 10-ാം ഭാവത്തിൽ ശുഭോദയം ഒന്നില്ലേ? സൗമ്യരത്നകതയെ സുഖസ്ഥിതി, ജയം, ആരോഗ്യം, അർത്ഥസമ്പത്ത്, കീർത്തി, സ്ഥാനവിശേഷലബ്ധി എന്നല്ലേ വ്യാഴം ലഗ്നത്തിൽ വന്നാൽ. നിത്യം യജ്ഞേന വേദാധ്യയനമനുജപൈഹി എന്നൊക്കെയുള്ള നിയമങ്ങളാണ് വ്യാഴത്തിൽ ഇഷ്ടഭാവസ്ഥി. അപ്പൊ സാമ്പത്തികപരമായി ഉണ്ടാവുന്ന ഗുണങ്ങളുണ്ടാവാം. നിത്യം യജ്ഞേന, യജ്ഞം എന്ന് പറഞ്ഞാൽ സുഹൃതകർമ്മങ്ങൾ ധാരാളം ചെയ്യാണ്ട് വരിക. വേദാധ്യയനം മുതലായിട്ടുണ്ടാവുന്നതായ സൽക്കഥാപാരായണങ്ങളെ പോലെ ഉണ്ടാവുന്ന ചില ഗുണാനുഭവങ്ങൾ ഇതിലൊക്കെ ധാരാളം ഭക്തന്മാരും തദ്ദേശവാസികളും പങ്കെടുക്കാനും അതിൽ കൂടി പ്രസിദ്ധിയും ധാരാളം പിന്നെ അമാനുഷികമായ ശക്തികളെ കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ധാരാളം സിദ്ധിക്കുന്നു കാണിക്കുന്ന ഫലം. പറയാനുള്ളത് ഈ കർക്കിടക രാശിക്ക് 6-ാം ഭാവാധിപനായ വ്യാഴം തന്നെയാണ് ആരോടും. അപ്പൊ ഈ വ്യക്തിയിലൂടെ മറ്റെന്തോ ചില ചൂഷണ സ്വഭാവത്തിൽ ചില വ്യക്തിയെ സമീപിച്ചിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. ആ വ്യാഴം ഷഷ്ടപതിയായിട്ടാണ് ഏറ്റവും റോളില് ഇയാളെ സമീപിച്ചു. അത് അവർക്ക് സാധിക്കാത്തതിന്റെ വലിയ എതിരാളികളായിട്ട് മാറി. അതല്ലേ വ്യാഴം തന്നെയാണ് ആരോഗ്യത്തിൽ വന്നത്. ആ വ്യാഴത്തിന് ഈ ഒരു റോളുണ്ടല്ലോ, ശത്രുവിന്റെ റോൾ അയാൾ തന്നെയാണ്. അപ്പൊ ഈ ശത്രുപരമായിട്ടുള്ള മനോഭാവം ഉള്ളിലെത്തി കാര്യങ്ങള് അല്ല 9-ാം ഭാവാധിപനായതുകൊണ്ട് പിതൃതുല്യന്മാരെന്ന് പറയണം. പിതൃതുല്യന്മാരായിട്ടുള്ള വ്യക്തികള് ഇയാളെ സ്വാധീനിച്ച് ഇയാളെന്ന് മറ്റെന്തൊക്കെയോ ചില ദുരുദ്ദേശത്തോട് വന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് കിട്ടാതെ ഇപ്പൊ ഇയാളെ ശത്രുവാക്കി മാറ്റി. അല്ലേ? കലിയുഗം കൊണ്ട് വളരെ പ്രാപ്തനാണെങ്കിലും കഴിവുള്ളവനാണെങ്കിലും ബുദ്ധിസാമർഥ്യ ദൈവജ്ഞൻ തന്നെയാണെങ്കിലും ശരി ഒരു വിപരീതമായ ഫലപരിണിതമാണ്. അല്ലേ? ദേവസന്നിധിയിൽ ചൈതന്യമുള്ള സങ്കേതം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്ന് ഇരുട്ടായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ സങ്കേതം പൂർവ്വ സ്വഭാവത്തിലേക്ക് എത്തിയാൽ എന്താവും അതിന്റെ സ്ഥിതി എന്നുള്ളതാണ് വിശേഷമായിട്ട്. അതിപ്പോ നമ്മൾ ആ വ്യക്തിയിലൂടെ ദേവാലയ സ്ഥാനല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പൊ എന്റെ 10-ാം ഭാവം മേടാണ് വരിക. അല്ലെങ്കിൽ ഉപാസന സ്ഥാനം മീനം. ഉപാസനയും ദേവാലയവും മീനവും മേടായിട്ടല്ല വരിക. ആ ഉപാസനാ ഭാവത്തിൽ സൂര്യന അല്ലേ? ദേവാലയ ഭാവത്തിൽ ബുധന. രാശിക്ക് അതിന് ദേവാലയ സ്ഥാനമായിട്ട് മേടരാശിയാണ്. ആ മേടരാശിയുടെ ഹൃദയക രാശിയാണ് അല്ലേ? അപ്പൊ ആ ഹൃദയക രാശിയിലാണ് ദൈവനിയോഗാതുപേത്ത് സകലജനാഹ ധനം വസ്തു ലഭ്യോ എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളും ആ ദേവന്റെ നിയോഗത്തിന് വേണ്ടിയിട്ട് അവിടെ സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതല്ലേ. ആ ചൊവ്വ ആ രാശിയിലേക്ക് ആരോഹണീയുള്ള ഗ്രഹമല്ലേ? ആ ഗ്രഹം ഉച്ചസ്ഥനാവാൻ പോവാണല്ലോ. പിന്നെ ഈ ആരൂഢത്തിലേക്ക് നോക്കാൻ പോവുകയാണ്, ഉച്ചരാശിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ കുറച്ചു കാലം ഒന്ന് ക്ഷമിച്ചു നിന്നാൽ, സഹിച്ചു നിന്നാൽ പൂർവാധികം കൂടെ ഉണ്ടാക്കാൻ കഴിയുന്നല്ലേ പറയുന്നത്.
അപ്പൊ അനവധി ആൾക്കാരുടെ സാമീപ്യവും ആജ്ഞാശക്തിയും ആലംബം എന്ന് പറയുമ്പോൾ ആശ്രയവും ഏറ്റവും വലിയൊരു സങ്കേതവുമായിട്ട് മാറാനും അതിപ്രഗത്ഭമായിട്ടുണ്ടാകുന്ന വിധത്തിലുണ്ടാകുന്ന ദൈവനിയോഗാതുപേത്യ സകല ജനാഹ ധനം അസ്മൈതജ്യോ എല്ലാവരും ഇവിടേക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു ചെയ്യാനും പറ്റാവുന്ന ഒരു അടുത്ത ഭാവി ഉണ്ടെന്ന് കാണിക്കുന്നു. അതാണ് മേടൻ രാശി. അതിന്റെ അധിപതിയായിരിക്കുന്ന ഗ്രഹം ഉച്ചസ്ഥനാവാൻ പോവുക അല്ലേ? ആ ഉച്ചസ്ഥനായിട്ട് ആ ഗ്രഹം വന്നാൽ ഗ്രഹേസതി നിജോച്ചകേ ഭവതി രത്നഗർഭാധിപോ മഹീപതി കൃതസ്തുതിർ മഹിതസമ്പദാമാലയ ഉണ്ടല്ലോ. ഗ്രഹേസതി നിജോച്ചകേ ഭവതി രത്നഗർഭാധിപ എന്ന് പറയുമ്പോൾ വലിയ എടുപ്പുകളും മഹീപതി കൃതസ്തുതി എന്നല്ലേ, മഹീപതി രാജാക്കന്മാർക്ക് ഉയർന്ന ദിനങ്ങളാൽ പ്രശംസിക്കപ്പെടാനും മഹിതസമ്പദാമാലയ മഹിതസമ്പത്തുക്കളായിട്ടുണ്ടാകുന്ന ആലയവും ഇതൊക്കെ സിദ്ധിക്കാനുള്ള യോഗന്റെ മകരത്തിൽ വരെ ചൊവ്വ ഭാവി നന്നാവും. ഈ ദേവസ്ഥാനം എന്ന് കാണുമ്പോൾ ഈ ദേഹം ഉണ്ടല്ലോ, അപ്പൊ ഈ ദേവസ്ഥാനത്തിന് പകരം ദേഹം ഒരു കാര്യം അതാണ്, ഈ ദേവസ്ഥാനവും ഈ വ്യക്തിയും തമ്മിലുള്ള നമുക്ക് കാണുന്നത് ഈ വ്യക്തിയിലാണ് ദേവസ്ഥാനം. ഇയാൾ അവിടെ ഉണ്ടോ, അവിടെ ദേവസ്ഥാനം എടുക്കാൻ പറ്റില്ല. സേവിച്ചവര് തന്നെ ശത്രുക്കളായിട്ട് ഇവിടെ അങ്ങനെയാ, സേവിച്ചവരുടെ ശത്രുക്കളായി. തല ഇയാളായിട്ട് ഒരു ബന്ധമില്ല. ഈ ഭൂമിയിൽ നിന്നാലും ഇയാൾക്ക് ഉണ്ടാവണമെന്നൊന്നും പറയാൻ യാതൊരുമില്ല. ഈ വ്യക്തി അവിടെ ഉണ്ടാവും. ഈ വ്യക്തിയിലാണ് കഴിവുള്ളത്. വ്യാഴ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അല്ല, അത് പറയാനല്ലോ. ആ ഭാവത്തെ ചിന്തിക്കേണ്ട രാശി തന്നെ വ്യാഴത്തിന്റെ ഉച്ച രാശിയാണ്. ഏത് രീതിയിലേക്ക് ആസ്ഥാനം വേണോ വേണ്ടാതെ ഏത് രീതി വേണമെങ്കിലും സ്വന്തമായിട്ട് തീരുമാനിച്ച് അത് പ്രവർത്തിയാക്കുമ്പോൾ അതിൻ്റെ അനുയോജ്യവും രാജകീയമായ രീതിയിലാണ് അതിനെ രണ്ടുപേരും വ്യാഴം നിത്യം യജ്ഞേന വേദാധ്യയനമനുജപൈഹി. അപ്പൊ വേദം മുതലായിട്ടുണ്ടാവുന്ന ഉപാസനാദികളല്ലെങ്കിൽ ഭക്തിമാർഗമുണ്ട്. സ്ഥാനം കൊണ്ട് വ്യാഴം ഉച്ചസ്ഥനം ഇങ്ങനെ വരുമ്പോൾ സ്ഥാനം എന്ന് പറയുമ്പോൾ പദവിയല്ലേ. അവ രണ്ടും കൂടി യോജിക്കുന്നത് കർക്കടൻ രാശിക്കേ ഉള്ളൂ. രണ്ടും യോജിക്കും. അപ്പൊ ദൈവികമായിട്ടുണ്ടാവുന്ന അനുഗ്രഹം ഉണ്ടാവും, അതിൽ കൂടി ഉണ്ടാവുന്നതായ സ്ഥാനപ്രാപ്തി ഉണ്ടാവും. ആ 9ാം ഭാവാധിപതി ജന്മത്തിലും ബ്രാഹ്മണ ബീജം ഇയാളുണ്ട് അല്ലേ? അത് ജന്മാന്തരമായിട്ട് ഇയാൾ വന്നൊരു കഴിവാണല്ലോ. ആ കഴിവ് ഇയാളുടെ അത് ബാക്കി ലോകത്തിൽ വേണമല്ലോ. ഇയാൾ പ്രസിദ്ധനാവണ്ടേ. ഈ പ്രജുരാലയെന്നും ദൈവത്തിനെന്നും വരണമെങ്കിൽ ദൈവത്തിനാണെങ്കിൽ ദൈവികമായ ജ്ഞാനം ഉണ്ടായിട്ടല്ലേ, അല്ലെ ഈശ്വരീയമായി അറിയാൻ കഴിയുന്ന ആളാണോ. അപ്പം അതിനറിയാൻ കഴിഞ്ഞ ആളാണെങ്കിൽ അല്ലേ ഇയാൾക്ക് പ്രസിദ്ധി ഉള്ളൂ. 9ാം ഭാവത്തിലേക്ക് സൂര്യൻ നിൽക്കുന്നതുകൊണ്ടും വ്യാഴദൃഷ്ടി ഉണ്ടായില്ല. അവിടെ വ്യാഴം വൃശ്ചികരാശി നിൽക്കുമ്പം ഈ സ്വയംഭൂ രാശിയില്ലേ, അപ്പൊ സ്വയം പ്രകാശിപ്പിക്കാനുള്ള കഴിവും കൂടിയുള്ള ഒരു വ്യക്തിയാണല്ലോ. അതെ അതെ. ഇയാളില് ഒരു സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഉത്ഭൂതമാവുന്ന ചില പ്രത്യേക കഴിവുകളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഗുരുപരമ്പരയാൽ ഇയാൾ സംരക്ഷിക്കപ്പെടുന്ന ഈ ദ്വാഭ്യാം വാമസ്ഥം അല്ലെ, ഈ 2 4 മധ്യകം ത്രിഭ്യമൂട്ട് 24 ചതുർഭ്യ ദക്ഷിണം 4 8 ഹത്വാ പക്ഷസിതോയതി ചലാംഗം 4 4 10 ചലാംഗം ഹരൽ ഭുജ 3 6 8 8 1 4 4 ഭുജ 8 8 4 4 ശിഷ്ടം പ്രിയ 1272 ഭുജ 8 64 അല്ലേ, 64 60 പോയി 40 മുറിച്ചിട്ടുണ്ട് 14 32 8 അല്ലേ. ഫലരാശികതേ ജീവേ ശിഷ്ടം ഇത് ശനി. അപ്പൊ 3 6 8. അപ്പൊ മീനം 11 വരുമ്പോ കുംഭശനി കുംഭവ്യാഴം. ഫലരാശികതേ ജീവേ അത് ശനി. അപ്പൊ ധനുശനിയും കുംഭവ്യാഴം. കുംഭവ്യാഴം എന്ന് പറയുമ്പോ മിഥുന തുലാ കുംഭം അല്ലേ. തുലാത്തിൽ വ്യാഴം വരുമ്പോ മേഷത്തിങ്ങ ധനു. തുലാത്തിൽ വ്യാഴം വരുമ്പോ ചിങ്ങത്തിൽ ശനിയത്തുമല്ലോ വരൂല്ലേ. തുലാത്തിൽ വ്യാഴം 4 കൊല്ലം. അപ്പൊ ചിങ്ങശനി കഷ്ടിയാവും അല്ലേ. കഷ്ടിയാവുള്ളൂ 2. അപ്പൊ കുംഭവ്യാഴം മിഥുന തുലാ കുംഭം
ഒരു ശനി ധനുശനി മേഷതിങ്ങിയ ധനം ഇപ്പൊ സാമാന്യന ചിങ്ങശനി കഴിയണം അല്ലേ? അതെ. ചിങ്ങശനി കഴിയുമ്പോഴേക്കും 3, 6, 4, 7 കൊല്ലം വേണ്ടേ? 7 കൊല്ലത്തിലൂടെ ശനി ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോയതായിരുന്നു. അതന്നെ. അപ്പൊ ഇനി 2 കൊല്ലത്തിന്റെ ജോഡിയല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. 7ന്റെ ജോഡ. 7ന്റെ കഴിയണ്ടേ? അപ്പോഴേക്കും വ്യാഴപ്പോ ഇവിടെ ഇവിടെ എത്തൂല. വ്യാഴക്കൂടെ കുംഭവ്യാഴം എത്തിക്കൂടാന്നില്ല അല്ലേ? 8 കൊല്ലം 6 കൊല്ലം കഴിയുമ്പോഴേക്കും കുംഭവ്യാഴം വരില്ലേ? 7 കൊല്ലം വരും. അപ്പൊ നിര്യാണശനി നിര്യാണ വ്യാഴം എന്നുള്ളത് കൊണ്ട് ഒരു 6.5 കൊല്ലം അല്ലെങ്കിൽ 7 കൊല്ലം അല്ലേ? 7 കൊല്ലം കൂടി കണ്ട് കഴിയുമ്പോഴേക്കും ഒരു ഉന്നത പദവിയിലേക്ക് എത്തും. ഒരു അല്ലെ പ്രസിദ്ധമായ ഒരു ഏറ്റവും മുഖ്യമായ ഒരു പദവി അനുഭവിക്കാൻ ഒരു 7-7.5 കൊല്ലം വേണ്ടി വരും. നല്ലൊരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ഒരു വളർച്ചയിലെത്തി പൂർണ്ണതയിലെത്തുന്ന ആ കാലായിരിക്കും. പൂർണ്ണമായിട്ട് അവിടെ ദൈവജ്ഞൻ തന്നെ ആവക്രതയുടെ സമ്പന്നതയുടെ സ്ത്രീകളുടെ സരസ്വര ദൈവജ്ഞ പ്രചുരാലയെന്ന ശരിക്കും ഈ സ്ഥലം പ്രചുരമായ ആലയമായി തീരുന്ന വളരെ പ്രസിദ്ധിയായിത്തീരുന്ന. അതെ. ആരാമസേനാഗ്രഹ യുദ്ധഭൂമി സാലേഷു വാസോ നവമസ്യരാശേഹ. അതെ. ആരാമം സേനാഗ്രഹം യുദ്ധഭൂമി എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു മത്സരം തന്നെ വേണ്ടിവരും. അതല്ലേ ഒരു യുദ്ധത്തിന് വരെ തയ്യാറുള്ളതായ അവസ്ഥ ഉണ്ടാക്കി തീർത്ത് അതിൽ കൂടി അത് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. ആ ശക്തിയിലെ രംഗത്തിൽ അപരിമേയമായ ചൈതന്യമാണ് അദ്ദേഹത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടതാണ്. ഇദ്ദേഹത്തിൽ കഴിവുണ്ട്. ഇദ്ദേഹത്തിന് ഈശ്വരീയമായ വൈഷ്ണവമായ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതും പരമ്പരയുടെ എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊണ്ട് കിട്ടിയതായ ഒരു മഹത് വ്യക്തിയാണ്. പ്രസിദ്ധമായ ആളായിട്ട് വരും, പ്രസിദ്ധരാൽ അംഗീകരിക്കപ്പെടും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ആശ്രമത്തിൽ ശുഭോദയം ചന്ദ്രൻ വന്നാല് മഠാദ്യ ആലയ സമ്പത്തിയും ശുഭോദ്രത ലഗ്നത്തിൽ വ്യാഴം ജീവേ ദൃഢം. ഇതിനൊക്കെ ലക്ഷണമുണ്ട്. അപ്പൊ നല്ല ആലയങ്ങളും ക്ഷേത്രങ്ങളും ശ്രീകോവിലുകളും ദേവ സങ്കേത സ്ഥാനങ്ങളും ഇതൊക്കെ നേരെ നമുക്ക് കാണുന്നുണ്ട്. ശക്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാനല്ല നമ്മൾക്കിങ്ങനെ ഇതൊരു അത്ഭുതമാണ് ഈ പ്രശ്നം. അതന്നെ ഒരു മഹാദേവന്റെ പ്രശ്നത്തെ ചിന്തിക്കുന്ന അതേ അനുഭവത്തിലാണ് പ്രശ്നം. വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമുള്ളൂ അല്ലേ? വ്യാഴം മാത്രമേ ഉള്ളൂ. ആ വ്യാഴത്തിന്റെ ക്ഷേത്രം തന്നെ നിങ്ങൾ അത് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ബാധ്യത പറയേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രശ്നം ആദ്യമായി വന്നത് വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക. ശരിക്കും ശ്രീരാമസ്വാമിയുടെ അല്ലെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് അതേ ആ ഒരു ശക്തിയിലാണ് ആ രാശി. ഈ ലഗ്നത്തിൽ വ്യാഴം സൗമ്യ ലഗ്നതയെ സുഖസ്ഥിതി ജയം എന്നൊരു ഫലം ഉണ്ടല്ലോ. അപ്പൊ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ജീവേ ദൃഢം മന്ദിരം ഉണ്ടല്ലോ. 4ാം ഭാവത്തിയിരിക്കുന്ന ഗ്രഹം സ്വതവേ ശുക്രൻ സ്വക്ഷേത്രസ്ഥന. സുമന്ദിരഗതേ ഗ്രഹേ പ്രഭുപരിഗ്രഹാദായും പ്രഭുത്വമദ്വാ ഗ്രഹസ്ഥിതി മദന്തലാം പ്രാപ്നുയാൽ നവം ഭവനം ഉർവരാക്ഷരി അല്ലേ? മുബൈദി കാലേ സുഖേ ജനേ ബഹുമതി ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ജനങ്ങൾക്കുണ്ടാവുന്ന ബഹുമതി സൗഖ്യത്തിൽ ഇതൊക്കെ ഉണ്ടാവും. നവം ഭവനം പുതിയ ഗ്രഹം ഉപാധി ക്ഷേത്രം അതിൻ്റെതായ മറ്റ് ഉപാംഗങ്ങൾ അല്ലേ? ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാവുന്ന യോഗമുണ്ട് കാണിക്കുന്നുണ്ട്. ധനലാഭയോഗമാണ് അല്ലേ? ധനാധിപേ ലാഭഗതേ ലാഭേശേ ധനമാഗതേ താ ഉപഭോഗേന്ദ്രഗോവാദി ധനലാഭമുദീരേൽ ധനലാഭയോഗമുണ്ട് അല്ലേ? ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ നിമിത്തത്തില് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു മാർഗ തടസ്സം അല്ലേ വരുത്തി. പക്ഷെ നമുക്ക് പ്രയാസമില്ലാതെ പരിഹരിക്കാൻ കഴിയുകയും ചെയ്തു അല്ലേ? അപ്പൊ ഒരു സൂചന ഇതിൽ ആദ്യം ഒരു വിഘാതം അത് രാജകീയമാണല്ലോ അല്ലെ? അതെ. നമ്മള് വരുമ്പോ ചന്ദ്രൻ കണ്ടല്ലേ അത് രാജകീയ ഗ്രഹങ്ങളാണ്, റവന്യൂവിന്റെ ആൾക്കാരാണ്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ മതിലിന്റെ അവിടെ കംപ്ലീറ്റ് പിടിച്ച് കെട്ടിക്കുകയാണ്. അതാ നമ്മള് കാണുന്ന ശരി. അപ്പൊ ആ ഒരു ലക്ഷണം ഉണ്ടായത് കൊണ്ട് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ചു, അവരെന്നെ മാറ്റിയല്ലോ. അപ്പൊ അത് തൽക്കാല തടസ്സം വരികയാണെങ്കിലും പിന്നീട് പരിഹരിക്കും. അത് വിഷമാവില്ല, മാർഗ് തടസ്സാവില്ല. പക്ഷെ എന്നാലും തൽക്കാലം ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു സൂചനയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ആരോടും പ്രശ്നപരമായിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ അവിടെ പണിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോ ഇത്തരത്തെ തടസ്സങ്ങൾ ആദ്യം വരാം. അപ്പൊ വ്യാഴം
4-ാം ഭാവാസുവിന്റെ സ്വക്ഷേത്ര ഭാവസ്ഥിതിയും അഷ്ടമത്തിന് ശുഭോദയ ഉണ്ടായതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളതായ സൃജ്യമം അല്ലെ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാവുന്നു. യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരി നേരെ തീരാനും ഒരു മഹാസങ്കേതമായി മാറാനും ഭാവിയിലേക്ക് മറ്റുള്ളതൊക്കെ അദ്ദേഹത്തെ അറിയിക്കേണ്ട കൂടി കാര്യമില്ലാത്ത വിഷയമാണ്. അദ്ദേഹത്തെ വിളിച്ച് ആദ്യം പറയേണ്ടത് ഈ വ്യാഴത്തിന്റെ ഈ 12 രാശിയിൽ നിന്ന് വ്യാഴം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അത് പൂർത്തിയാവും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സംശയം ദേവാലയ സ്ഥാനം ദേവാലയത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ഗ്രഹം തന്നെ. ഇതിലിപ്പോ ഈ ആദ്യപത്രത്തിന്റെ ഈ ലേശം തകരാറുകൾ അല്ലേ, അപ്പൊ ലഗ്നത്തിലും ലേശം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ലേശം ചില വൈകല്യങ്ങള് ഇവിടെ ലഗ്നത്തിൽ താമ്പൂലാരത്തിൽ ശനി ഗ്രഹനാധിപനായ ചന്ദ്രൻ കുംഭരാശിയിലും ചൊവ്വയോട് കൂടി നിൽക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ചില ബന്ധനങ്ങൾ വരുമെന്ന് ശ്രദ്ധിക്കണം. സമാധിയിലെ സമയമായിരുന്നു അറിയിക്കാറുണ്ട്. സമാധി പ്രവർത്തനം തമ്മിൽ ബന്ധമില്ലാന്ന് ഈ ദേഹത്തിന്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും കാണുന്നുണ്ട്? ശനിയെ കൊണ്ട് ഒരു മരണത്തിന്റെ ഉൽപ്പത്തിയാണ് മോഹഭാജ മുഹർമുഹം. ഈ മോഹങ്ങൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്നാണ്. അപ്പം ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ മറ്റൊരത് നീങ്ങിയിട്ടൊരു പുതിയ ചൈതന്യം അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഇദ്ദേഹത്തിലൂടെ വരാൻ പോവുക. അതാണ് ഈ ശനിയുടെ ധർമ്മം. ശനി നശിച്ച് മറ്റൊന്ന് ഉത്ഭവിക്കുന്നതാണല്ലോ ശനി. അല്ല ഇവിടെ ഇപ്പം വന്നത് അതിനല്ല സാർക്ക് ഏതോ ഒരു ദ്രേക്കാണത്തിലല്ലേ കലപ്പ ദ്രേക്കാണല്ലേ ഒഴുകാനുള്ളതാണല്ലോ കലപ്പ. ഈ ഉഴുത് കഴിഞ്ഞാൽ രണ്ടാമത് വിത്തിട്ട് രണ്ടാമത് പിന്നെ ഉദ്ധരിക്കുന്നതാണുള്ളത്. അപ്പൊ ഒന്നിന്റെ അന്ത്യവും മറ്റൊന്നിന്റെ ആരംഭവും സൂചിപ്പിക്കുന്ന കാലമാണ് ഈ പരിണാമക്രിയകൾ തന്നെ. മഴയായി അത് ഭൂമിയിൽ പതിച്ച് വിത്തായി ഉഴുത് മറച്ച് അത് വീണ്ടും സൃഷ്ടിക്കുന്നു. അപ്പൊ ഒരു ജന്മത്തിൻ്റെത് കഴിഞ്ഞ് മറ്റൊരു ജന്മത്തിന്റെ ഉത്ഭവമാണ് അദ്ദേഹത്തിന് അവതരിക്കുക. അത് ആ അവതാരം പൂർണ്ണമായി കാണിച്ചത് ദ്രേക്കാണുമാണ് ലഗ്നം നമ്മൾ കിട്ടിയത്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കേണ്ട വിഷയം അതേ ഉള്ളൂ. 10 അഥ കർമാണി കർമ്മണ നിത്യന്യ ഉത്സവാദീനി ചിന്ത്യ ദേവലക അഭി. 10ാം ഭാവത്തിൽ ഇപ്പോൾ ഗ്രഹങ്ങളാരുമില്ലല്ലോ. ചന്ദ്രാംശക ലഗ്നാധിപന്റെ അംശക 10ാം ഭാവം നിർമ്മാണവുമായി ബന്ധപ്പെട്ട നവശീതകം അവിടെ വ്യാഴദൃഷ്ടി. അപ്പോൾ നിർമ്മാണങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അല്ലേ. അത് ചന്ദ്രന്റെ ബന്ധം ഉണ്ടായതുകൊണ്ട് അതിന് കൂടുതൽ സഹകരണങ്ങളുണ്ടാവും. ഈ ഭിന്നിച്ചു നിൽക്കുന്നതായ വിഭാഗങ്ങളിൽ നിന്നും കൂടിയും പിന്നീട് അത് സഹകരിച്ച് ഈ ആരൂഢാധിപനായ ചന്ദ്രൻ തന്നെയാണ്. അപ്പൊ ആ ആരൂഢാധിപനായത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ എല്ലാ മാനസികമായ എല്ലാ സാന്നിധ്യങ്ങളും നിങ്ങളെ പ്രവർത്തിയെടുക്കുമ്പോൾ അവിടേക്ക് ഉണ്ടാവുന്ന അപ്പൊ ഈ കൽക്കി എന്ന് പറയുന്ന അവരുടേതായ മാനസിക എല്ലാ സാന്നിധ്യങ്ങളും ഇന്ന് ഈ ദേവാലയ നിർമ്മാണത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും വരും. ഇനിയിപ്പോ ഇതിന്റെ കാര്യമായിട്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതല്ലേ ഇപ്പൊ വിഷയം അല്ലേ. ഇതിപ്പോ ആരൂഢം പ്രതി വേഷമസ്ഥിത 4ലും 10ലും ഭാവയോഗല്ലേ അല്ലേ. അത് പൂർവ്വദർശ കിഴക്കോട്ട് മുഖാണ്. കർപ്പൻ രാശിയല്ലേ. അപ്പൊ കിഴക്കോട്ട് മുഖായി അവിടെ അത് പിന്നെ വ്യാഴം നിൽക്കുന്ന രാശിയാണ്. അത് സ്ഥാനം ശരിയാണ് കേട്ടോ. അല്ലേ ചതുരശ്ര അല്ലേ. വൃത്തം ചതുരശ്രം അല്ല തനുവൃത്തതനു എന്ന് പറയുന്നത് വൃത്തത്തിൽ ചതുരശ്രം വരണം. അതിപ്പോ ഇന്നത്തെ ഈ അവസ്ഥ തന്നെ മതി അല്ലേ. മാറ്റം പറ്റുന്നല്ലോ. അതന്നെ അതിന്റെ സ്ഥാനത്തിന് തെറ്റില്ല. പിന്നെ വ്യാഴം ആ ഭാവത്തിലുണ്ടായതുകൊണ്ട് അതൊരു ചൈതന്യമുള്ള സ്ഥലമാണ്. കർത്താൻ രാശി എന്ന് പറയുമ്പോൾ ദൈവജ്ഞം തന്നെ ദൈവജ്ഞ പ്രചുരാലയ ക്ഷേധനൈഹി സംയോജ്യതേ ചന്ദ്രവല. ദൈവജ്ഞ എന്ന് പറയുമ്പോൾ നിയോഗങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ പ്രാപ്തിയുള്ള സ്ഥലമാണത്. കുഴപ്പമൊന്നുമില്ല അല്ലേ. പഴയ കാലത്ത് ക്ഷയിച്ചിട്ട് വീണ്ടും ഒരു ഉൽപ്പത്തിയിലേക്ക് വന്നൊരു സ്ഥലമാണെന്നാണ്. ഒന്ന് നശിച്ചിട്ട് വീണ്ടും ഒരു തുടക്കം. പ്രസിദ്ധമായ ആലയമായി തീർന്ന് അനുഗ്രഹിക്കാനുള്ള കഴിവ് ദൈവജ്ഞൻ എന്നുള്ള വാക്കാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പം ഈശ്വരീയമായ ധ്യാനത്തോടു കൂടിയിട്ട് ഈശ്വരീയമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അതിനുള്ള ഔഷധങ്ങളും മറ്റുള്ള നിർദ്ദേശിക്കാനൊക്കെയുള്ള കഴിവുണ്ട് എന്നാണ്.
സഭാവിദ്യതയെ ഭൈഷജി തസ്യ ഗേഹേ അല്ലേ? പിന്നെ ഈ ആരൂഢപതിയായിരുന്ന ഗ്രഹം ചന്ദ്രൻ ഊർധ്വമുഖരാശിയിലാണല്ലോ. ഊർധ്വാസേ തനുകേ പ്രസൂതഗത കാര്യാരംഭിണാം പ്രച്ഛതാം ഔന്നത്യം മഹദർത്ഥ പൗരുഷേഷ സ്ഥാനാധികാനാം ഭവേത്ലേ. പ്രസൂതഗത കാര്യാരംഭിണാം പ്രച്ഛതാം ഔന്നത്യം, ഏറ്റവും ഉന്നത സ്ഥിതി അനുഭവിക്കാനും മഹദ് അർത്ഥ പൗരുഷേഷ, വളരെ ഐശ്വര്യങ്ങളും പൗരുഷവും യശസ്സും സ്ഥാനാധികാനാം ഭവേ, സ്ഥാനമാനങ്ങളും അല്ലേ അനുഭവിക്കാൻ യോഗം. അതൊരു ശശിമംഗലായോഗ. യസ്യജന്മസമയേ ശശിമംഗല സംയോഗേ യസ്യജന്മനിവിദ്യതേ വിമുഞ്ചതി നദം ലക്ഷ്മണലജ്ജാ കുലവധൂമിവ. അപ്പോ സ്ഥാനം അനുഭവിക്കാൻ അല്ലേ ഒരു യോഗം ആരംഭിക്കുന്ന സ്ഥലമാണത്. ആരൂഢാദ്യപകാക്ഷപക്ഷദേഹ ക്ഷോണിയും, ലഗ്നത്തെ കൊണ്ടും 4-ാം ഭാവത്തെ കൊണ്ടാണ് ഭൂമിയെ ചിന്തിക്കുക. അത് 2 ഭാവക്ഷേത്രവും വ്യാക്ഷേത്രമാണ്. 4-ാം ഭാവം വന്നതും ഒരു തുലാവരാശിയാണല്ലോ. രാശി ദേവബ്രാഹ്മണ സാധുപൂജന അല്ലേ, ദേവന്മാരെയും ബ്രാഹ്മണരെയും സാധു സജ്ജനങ്ങൾ സന്യാസിമാരെയും അപ്പൊ അവരൊക്കെ പൂജിച്ചതായ ഒരു പാരമ്പര്യമുള്ളതായ ഭൂമിനെ. അപ്പൊ അങ്ങനെ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് ആ ദേവൻ അവിടെ എത്തിപ്പെടുന്നത്. അല്ലാതെ അങ്ങനെ പ്രത്യേക സ്ഥലത്തല്ലേ എത്തിപ്പെടുള്ളൂ. ഈ സ്ഥലം ഈ ദേവന് അധിവസിക്കാൻ പറ്റിയതായ ഭൂമിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കർക്കട രാശി പ്രശ്നാരൂഢം. അതിന്റെ 4-ാം ഭാവം തുലാവ് രാശിയായിട്ട് വന്നു. നിങ്ങൾ പറഞ്ഞാൽ വസമദ്യോഗമാണല്ലോ അല്ലേ. അപ്പം ധാരാളം ധനങ്ങൾ സിദ്ധിക്കേണ്ട യോഗമൊക്കെ ഉണ്ട്. ശരഭയോഗം, തസ്മിൻ ജാതസ്ഥ ദീർഘായുർ അനന്തഗുണവിത്തവാൻ, ദീർഘായുസിനെ പ്രദാനം ചെയ്യാനും അനന്തമായിട്ടുണ്ടാവുന്ന ഗുണങ്ങളും വിത്തങ്ങളും. അതല്ലേ ശുഭവേസിയോഗമൊക്കെ ഉണ്ട്. ശുഭവേസിയോഗമുള്ള രാശിയല്ലേ, നല്ലൊരു ഫലമാണ് അല്ലെ. പ്രവർത്തന സ്ഥാനം 10-ാം ഭാവമാണല്ലോ. അത് കൃതീക രാശിയാണ്. ദൈവനിയോഗാത് ഉപേത്യ സകലജനാഹ ധനമസ്മേദ്യം. ഒരു പരിധി വരെ വേണ്ട കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചു വെച്ചാൽ ദൈവനിയോഗാത് ഉപേത്യ അല്ലെ, ദൈവനിയോഗം അവിടുത്തെ നിയോഗം ഹേതുകമായി സകലജനാഹ ധനം അസ്മേദ്യം, എല്ലാവരും ധനം ആവശ്യമുള്ള ധനങ്ങൾ എത്തിക്കാനും അതേപോലെ ആ നിയോഗത്തിന്റെ പിന്നിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കൊണ്ടുപോകാനും ഭാവിയിലേക്ക് സാധിക്കും. ഈ കർമ്മപതിയായിട്ടുണ്ടാവുന്ന ചൊവ്വയോട് കൂടി നിൽക്കുന്ന ഗ്രഹം ഈ ആരൂഢാധിപനാണ്. അപ്പൊ ഈ ആരൂഢാധിപനാവുമ്പം എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒരു ഈ ധാരണ ഈ വ്യക്തിയായിട്ട് ഉണ്ടാക്കണം. അവരുടെ ഒരു നിർദ്ദേശം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ കർമാധിപനോട് ചേർന്ന് നിന്നിട്ട് ശശിമംഗള യോഗം ചെയ്യുന്നത് ആരെക്കൊണ്ട്? ചന്ദ്രനെ കൊണ്ട് കൂടിയിട്ടല്ലേ. അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ വ്യക്തിയെ പ്രതികരിക്കുന്ന ഗ്രഹമാണ്. അപ്പൊ അവരെന്നുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നീക്കാൻ. അതൊരു പ്രത്യേക നിർദ്ദേശമായിട്ട് കാണുന്നുണ്ട്. ഈ താമ്പൂല ആരൂഢം പ്രതി നോക്കുമ്പോഴും അതിന്റെ ദേവാലയ സ്ഥാനത്ത് ചന്ദന വന്നത്. രണ്ടുകൊണ്ടും ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ അതൊന്ന് വിട്ട് ചെയ്തു പോയി, അത് ചില അപാകതകൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിനോടൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് വിദഗ്ധമായ ചില അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും വരും. വ്യാഴം തന്നെയാണ് സൃഷ്ടിച്ചത്. അവിടെ ഒന്ന് വന്ന് നിന്ന് സ്മരിച്ചാൽ മതി എന്നാണ്. അങ്ങനെ എത്രയോ അനുഭവസ്ഥരുണ്ടെന്നുണ്ട്. കാഴ്ചയില്ലാത്തവർക്ക് വരെ കാഴ്ച കിട്ടിയതാണ്. അതൊക്കെ അതാണ് സാധിക്കുന്നതാണ്. ഈ ചന്ദ്രക്ഷേത്രം ആരുടെ? ചന്ദ്രൻ അമൃതന്റെ കർത്തൃത്വമാണ്. അപ്പൊ അവിടുന്ന് ഒരു ലേശം വെള്ളം കുടിച്ചാൽ അത് അമൃതമായി. അതെ, അങ്ങനെയുള്ള ചില പരിവർത്തനങ്ങളൊക്കെ ഭാവി പൂർവാധികം ശക്തിയായി അല്ലേ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ശക്തിയായി ഭാവി വരും. ചില പ്രതിബന്ധങ്ങളൊക്കെ വരാം, പക്ഷെ എന്നാലും നമ്മളത് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയാലേ അതൊക്കെ നിർവാഹികം പിൻവലിക്കാവുന്ന അവസ്ഥ വരും. അതല്ല വിശേഷ ദോഷാരണ ഗുണവർദ്ധന. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഹരിക്കാനുള്ള ശക്തി ഈ വ്യക്തിയിലുണ്ട്. അത് ഉറപ്പാണ്. വിശേഷ ഗുണവർദ്ധന വീര്യം കൂടി അധികം എല്ലാ ഗ്രഹങ്ങളിലും ശക്തി ആർജിച്ച് നിൽക്കുന്ന ആള് വ്യാഴ. അത് മറ്റുള്ള എല്ലാ ദുരിതങ്ങളും മരണത്തിന് വരെ മാതിദോഷം ഗുരുവിൻ സന്ധി എന്നല്ല. ഗുളിയന്റെ ദോഷം വരെ വ്യാഴത്തിന് തീർക്കാമെന്നാണ്. ഗുളിയൻ ദോഷപ്പെട്ടാൽ എന്താ മരണത്തോടെ ഇല്ലാതാകാൻ കഴിയും. അനുഗ്രഹം കൊടുക്കുന്നതായ ഭാവം
അനുഗ്രഹം കൊടുക്കുന്നതും അതും തന്നെ മറ്റു തരത്തിലേക്ക് നീങ്ങുന്നതും രണ്ടും രണ്ട് തരത്തിലാണല്ലോ. പിന്നെ ഇവരുടേതായ ഈ പ്രാണന്റേതായ സഞ്ചാരം, ഈ പ്രകൃതിയിൽ നിന്ന് വിട്ടിട്ടുള്ള സഞ്ചാരം, അപ്പൊ ഇതിനൊക്കെ സമയാസമയങ്ങളുണ്ട്. അത് അവരിന്ന് നിശ്ചയിക്കുന്നതാണ്, നമ്മളാരും കണക്കാക്കുന്നതല്ലാതെ തന്നെ. പ്രാണൻ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില വ്യക്തിയിൽ പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങൾ അത് ദേവഹിതമായിട്ട് അതാണ് മുൻവിധി പാടില്ല. നമ്മളതിന് എന്റെ സമയം എന്ന് പറയാൻ പാടില്ല. അത് ദേവൻ എപ്പോഴാണോ അതിന്റെ സന്ദർഭം വരുമ്പോ അത് അദ്ദേഹത്തിലൂടെ തന്നെ പുറത്തേക്ക് വരുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതങ്ങനെ മതി. അതായത് പ്രത്യേകിച്ച് നമ്മളിൽ കൂടെ ഒരു നിയമം വേണ്ട, അദ്ദേഹത്തിലൂടെ തന്നെ വരട്ടെ. അപ്പൊ ആ സമയത്ത് അതിന്റെ വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഇദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്ന സ്ഥലത്ത് സഞ്ചരിക്കുന്നതായ സ്വഭാവം, ഇതിന് സംരക്ഷകരുടെ മാനസിക അവസ്ഥ വരെ വ്യത്യസ്തമായി പോയി. അത് നിങ്ങൾ സമ്മതിക്കുന്നവളല്ലേ? അതന്നെ. പിന്നെ രണ്ടാം ഭാവാധിപൻ 12-ലാണ്. അപ്പൊ ഒരു ഫലേച്ഛ അല്ലേ, മാ ഫലേഷു കഥാണ്ടല്ലോ. അപ്പൊ ഒരു പ്രതിഫലേച്ഛയോട് കൂടിയിട്ട് പ്രവർത്തിക്കരുത്. ആരൊക്കെയോ പ്രവർത്തിച്ചു പോയി. രണ്ടാം ഭാവാധിപൻ 12 വന്നാൽ ഇതൊന്ന് എന്തൊക്കെയോ നേട്ടങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോട് കൂടിയിട്ട് പ്രവർത്തിച്ചു പോയി. നമ്മൾ ചെയ്യാനല്ലേ വിധിച്ചിട്ടുള്ളത്. കർമ്മന്റെ വ്യാധികാര്യത്തെയും ആ ഫലേഷു കർമ്മം ചെയ്യാനേ വിധിച്ചിട്ടുള്ളത്. ഫലം ഈശ്വര നിശ്ചയമാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ദൈവീകത നഷ്ടപ്പെടുമല്ലോ. അപ്പൊ അല്ലാതെ ആർക്കൊക്കെ തോന്നിപ്പോയി. ഇതൊക്കെ ഈ വ്യക്തിന്റെ ദോഷമല്ല, അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയില് നിങ്ങൾക്കും ഇദ്ദേഹത്തെ പോലെ ഒരു ആത്മാർപ്പണം. നിങ്ങളതിന്റെ ചെറിയൊരു ഭാഗമായിട്ടേ കാണുള്ളൂ. ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു എന്നാ കാണുന്നത്. രക്ഷകഭാവം ചിങ്ങരാശിയ അല്ലേ? കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിന് കുറെ ആൾക്കാരൊക്കെ പല രൂപത്തിൽ നീങ്ങി. അപ്പൊ ഇതിലൊക്കെ ശ്രദ്ധിക്കാം. അതെട്ടോ, അത്രയും ഇപ്പൊ ഞങ്ങൾക്ക് ഇതിലൂടെ ഇപ്പൊ ഇതൊക്കെയാ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യം. ഇനി ചെയ്യേണ്ട കാര്യങ്ങള് നിങ്ങളുടെ ഭക്തി, ശ്രദ്ധ, അർപ്പണ മനോഭാവം, ഇതാണ് ഇപ്പൊ ഇതില് ആവശ്യം. അത് ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശിക്കും അത് ഒരു ഈശ്വരീയമായ പരിമിതികൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിപ്പോ ഒന്നായിക്കൂടെ ആരൂഢം തെരരാശിയായിട്ട് നിൽക്കുന്നതുകൊണ്ടും ആരൂഢപതിയായിരിക്കുന്ന ഗ്രഹം സ്വതവേ ചന്ദ്രൻ കുംഭൻ രാശിയിൽ 8-ൽ നിൽക്കുന്നതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഈ ദേവന്റേതായ ഈ അദൃശ്യ പിന്നെ അപരിമയമായ ശക്തിയുടെ പ്രചരണം കാരണമായിട്ട് മറ്റു ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരാൻ ലക്ഷ്യമുണ്ടല്ലോ. അല്ലെ, ദൂരത്തൊക്കെ വരിക, അതൊക്കെ ഭാവി ലക്ഷണം വരും. ദൂരത്തൊക്കെ നല്ല പതിനെണ്ണങ്ങളോ പിന്നെ മറ്റു ഇതൊക്കെ ഈ രൂപത്തിൽ കൂടി ആവുള്ളൂ. പക്ഷെ ആദ്യം നമ്മൾ ആ വഴിക്കൊന്നും ഇപ്പൊ ആലോചിക്കരുത്. ഇപ്പൊ ഇവിടെ മാത്രം അതുണ്ട്. അല്ലാതെ ഭാവി വരും. തെരരാശി ആയതുകൊണ്ട് ഇങ്ങനൊക്കെ നടത്തുന്ന ഈ വിഷയങ്ങളൊക്കെ ഭാവിയിലേക്ക് ഉണ്ടാവും. അപ്പൊ അത് പിന്നെ നേരെ ഒരു നിലനിൽപ്പ് മാത്രം ആദ്യം ശരിയാക്കിയാൽ അതിൽ കൂടി അതേതായ ചൈതന്യത്തിന്റെ വ്യക്തി വർദ്ധിപ്പിക്കും. ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു രഥത്തിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുണ്ടാവുന്ന രംഗപ്രവേശമാണ്. എല്ലാവരും അംഗീകരിക്കപ്പെടാവുന്ന ഒരു സ്വീകരണത്തിന് അർഹത അല്ലേ? അതെ. ഇപ്പൊ നേരത്തെ പറഞ്ഞതായിട്ടുണ്ടാകുന്ന ശൈവ വൈഷ്ണവ ശാക്തേയമായ ഭാവങ്ങൾ ഉൾക്കൊണ്ടതായ ഒരു പ്രകൃതത്തിലാണ് വരിക. അപ്പൊ അത് ദിവ്യമായിട്ടുള്ളതാവുമ്പം ഇന്നൊരു ഭാവം മാത്രം അത് വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെ പ്രസരിക്കുന്നതായ ഈ ത്രിമൂർത്തി സങ്കല്പത്തോടു കൂടി ബന്ധപ്പെട്ടതായ ഒരു പരമ അല്ലേ സ്വഭാവല്ലേ വേണ്ടത്. അതാണല്ലോ ഈ രഥത്തെ കാണിക്കാൻ വേണ്ടത്. അപ്പൊ എല്ലാ ഭാഗങ്ങളും എല്ലാറ്റിന്റെയും അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ശൈവമായും വൈഷ്ണവമായും അല്ലേ ചെയ്യാനുണ്ടാവുന്ന ശക്തി ഇദ്ദേഹത്തിൽ ഉണ്ടാവുന്നത്. അതല്ല ഭാണ്ഡദ്രേക്കാണ് കാണിക്കാൻ കാരണം. ഭാണ്ഡദ്രേക്കാണമായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തില്ലാത്തതായ സമ്പത്തൊന്നുമില്ല, അറിവില്ല, എല്ലാം അതിൽ തന്നെ.
ഇനി ഔഷധമായിട്ട് സൗമ്യരൂപേ കൃഷ്ണാടലയിലെ അതെ, ആ ദ്രേക്കാണത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അലങ്കാരാകുമ്പോൾ ഭാണ്ഡമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭാണ്ഡം എന്നുള്ളത് പ്രതീകമാണ്. ഈ ഭാണ്ഡത്തിൽ ഉൾക്കൊള്ളാവുന്നതൊക്കെ ഇദ്ദേഹത്തിൽ തന്നെ സ്വാംശീകരിച്ചിട്ടുണ്ടാവുന്നതായ ഒരു പ്രകൃതം. അത് നമുക്കൊരു ഭാവം പറയുമ്പം ഇപ്പോ ഇവിടെ വരുന്ന തേജോമയമായി പറയേണ്ടതായ ഈ ദിവ്യ സ്വരൂപമുള്ളതായ അവതാര പുരുഷന്മാരായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്രയല്ലേ പറയുന്നത്. ഒരു നല്ലൊരു സ്വഭാവത്തിലുള്ളവരമായിരിക്കും നിൽച്ചാൽ മതി കേട്ടോ. അതായത് എല്ലാവരും അംഗീകരിക്കപ്പെടാവുന്നതും ഒരു സ്വീകരണ സ്വഭാവം അധികരിച്ചുകൊണ്ടുള്ളൊരവസ്ഥ. 9 വ്യാഴം തപസ്വി 9 വ്യാഴം ദൈവികമായിട്ട് പരമോന്നത അല്ലേ അവസ്ഥയിലെത്തുന്നില്ല തപസ്വി. അതൊക്കെ ഒരു ഊർധ്വമുഖ രാശിയാണ്. വളരെ നന്നായിട്ടാക്കിയതല്ല, സ്വയം തന്നെ ഇദ്ദേഹത്തിലുള്ളതായ ആ പരമമായ ശക്തിയെ ഉണർത്തി എല്ലാവർക്കും പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുന്ന, അതായത് എല്ലാം ചെയ്തു കൊടുക്കാനുള്ള പ്രാപ്തിയോട് കൂടിയിട്ട് തിരിച്ചു വരും. അതായത് വൃശ്ചികരാശിക്ക് കീടയെ സ്വയംഭൂ എന്നാൽ സ്വയമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ സ്വാധീനമൊന്നുമില്ലാതെ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതായ ചൈതന്യത്തിന്റെ പ്രഭ മറ്റുള്ളവരിലേക്കും കൂടി വന്ന് അനുഗ്രഹമായി മാറുന്നു. അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും വന്നു. ദൃഷ്ടയെ അമരരാജ്യം എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സും ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് അതിനെ നമ്മൾ ഇവിടെ പ്രശ്നം വെച്ച് അതായത് ചാർത്തിയ ആ രാശി തന്നെയാണ് ഏറ്റവും പ്രധാനം. കർക്കട രാശി, ആ ദൈവജ്ഞ പ്രചുരമായ ആലയം ഒരു പ്രസിദ്ധമായി തീരേണ്ടതായ ഒരു സംഭവമായിട്ട് മാറി. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ട് വരുന്നുള്ളത് ഈ പ്രശ്നത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ള ഉപാധികൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെതായ മറ്റു വശങ്ങളാണ്. അത് മാനസികമായി ചെയ്തു തീർക്കേണ്ടതാണ്. ഈ ദൈവജ്ഞ എന്നുള്ള നിങ്ങളുടെ രാശി ആയതുകൊണ്ട് ഈ ആൾക്ക് അറിയണം, എന്ത് ചെയ്യണം, അത് അയാൾക്ക് സ്വയം തോന്നിക്കോളും. ആ തോന്നുന്നതിനനുസരിച്ച് ചെയ്തോളും, നടത്തിക്കോളും. പക്ഷെ സ്വർണ്ണപ്രശ്നത്തിന്റെ വരെ ആവശ്യമില്ല, അതിന്റെ വരെ ആവശ്യമില്ല. ഇതിപ്പോ മറ്റുള്ളവരുടെ ആ വിഷമം തീർക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ ഫലം. ദൈവജ്ഞ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ കലിയുഗ രാശിയായിട്ട് പ്രത്യക്ഷപ്പെട്ട രാശിയല്ലേ. അപ്പൊ ഈ കലിയുഗ രാശിയില് 9ാം ഭാവം ധർമ്മത്തിനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതായ വ്യാഴാണ് അവിടെ വന്നത്. അപ്പൊ ഈ വ്യാഴത്തെ ധർമ്മം കലിയുഗ സംരക്ഷണത്തിന്റെ ഉദ്ദേശം വല്ലതുണ്ടോ എന്നാണ് തോന്നുന്നത്. ഈ 9ാം ധർമാധിപനായ ഗ്രഹം എന്ന് പറയും ധർമ്മത്തിന്റെ ആണല്ലോ. ഈ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിക്കാനായി കൊണ്ട് ഈ കലിയുഗ രാശിയിൽ നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ വ്യാഴം. ആ വ്യാഴത്തിന്റെ ആ രാശിയാണ് നമുക്ക് ഈ സന്താനത്തെ ചിന്തിക്കാൻ പറ്റിയത്. അപ്പൊ ഇയാളെ കലിയുഗത്തെ സംരക്ഷിക്കാൻ വല്ല ഉപാധികളും ഇയാളിലുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ഇയാൾ നിയോഗിതനാണോ? അതറിയല്ലോ, നമ്മളെ ചിന്തനയ്ക്ക് രണ്ട് വെടിമുട്ടി നിമിത്തം ഉണ്ടായിട്ടില്ലല്ലോ. ഈ ചോദ്യം പ്രസക്തമാണ്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പം ഈ വ്യക്തി എന്ത് രൂപത്തിൽ നിന്ന് പ്രത്യക്ഷമാവുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഇയാൾ നിലകൊള്ളുന്നു, ഈ വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പം ആ വ്യക്തിയെ പ്രതികരിച്ച രാശി കർക്കട രാശിയൊക്കെ വരിക, അത് കലിയുഗ രാശിയല്ല. ആ 9ാം ഭാവാധിപനായി വ്യാഴല്ലേ അവിടെ വെച്ചത്. 9ാം ഭാവം കലിയുഗാണ്. അതെ, അവിടെ വ്യാഴം രക്ഷകനാണല്ലോ. ഈ ഗുരോഹം അവകാശ ബാഹുല്യം, ഒരു അവകാശ ബാഹുല്യമുള്ള ഗ്രഹമാണത്. അപ്പൊ എന്ത് ചെയ്യാനും അധികാരപ്പെട്ട ആളെന്നാണ്. ഈ ചന്ദ്രാരൂഢത്തിൽ ചന്ദ്രാംശ ചന്ദ്രാംശ സരാശിഷ്ട ശുഭാന്യത ഭാവികാല ശുഭവാച്യ എന്നുള്ള ഫലല്ലേ. അതോ കലിയുഗാനന്തരം അഥവാ കലിയുഗത്തിന്റെ അന്ത്യം അല്ലേ. അത് ഈ വ്യാഴം വന്നുകൊണ്ട് സംരക്ഷണത്തിന്റെ ബാധ്യത വ്യാഴത്തിനുണ്ടല്ലോ. വ്യാഴം രാശിയിൽ വരുമ്പം ഒരു പ്രളയത്തുനിന്ന് മറ്റൊരു ഇതല്ലേ, ഒരു തുടക്കല്ലേ. ഒരു പ്രളയം കഴിഞ്ഞിട്ട് ഒരു ഉത്ഭവത്തെ കാണിക്കുന്നല്ല കന്നിരാശി. ഒരു നാശത്തിൽ നിന്ന് ഒരു സൃഷ്ടിയിലേക്ക് വരുന്ന അവസ്ഥയല്ലേ. അപ്പൊ ഒരു പരിവർത്തനം, ഒരു സൃഷ്ടിയുടെ പരിവർത്തനത്തിന് ഉപരിപരകമായ അവസ്ഥയാകുന്നുണ്ട്.
ശരിക്കും ഒരു നന്മയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാവുന്ന ഒരു താത്വികമായ ബോധമാണ് ഈ വ്യക്തിയിലൂടെ പ്രകാശിക്കേണ്ടത് നഷ്ടം. അതാണ് ഉള്ളതും. ധർമ്മം, രാജകീയ ഒരു ധർമ്മമുണ്ട്. അതന്നെ ഒരു പേര് കൊടുക്കുക. ദശാവതാരത്തിലെ 10ാമത്തെ അവതാരം ഏതാണ്? ഖഡ്ഗാവതാരം. ഖഡ്ഗി എന്നും പറയും, ഖഡ്ഗാവതാരം എന്നും പറയും, ഖഡ്ഗി എന്നും പറയും. അതാണ് ഈ അവസാനത്തെ അവതാരം ഇവിടെ കലിയുഗത്തിൽ എപ്പോഴാണ്? ഏത് സമയത്താവാം? അല്ല, നമ്മുടെ പുരാണങ്ങളിൽ അതിന്റെ അവസാനമായിരിക്കാം. നാശത്തിന്റെ അവസാനം. അപ്പൊ നാശത്തിന്റെ അവസാനമായോ? കലിയുഗം തുടങ്ങിയിട്ട് 10 കൊല്ലായി. 5000 ചില്ലാൻ കൊല്ലയായിട്ടുള്ളത്. 1,00,000ത്തിന്റെ ചോടേ ആണ് കലിയുഗം. 1,00,000ത്തിന്റെ ചോട. അത് നമ്മുടെ പുരാണങ്ങളിലല്ലേ അങ്ങനെ പറയുന്നത്? പുരാണങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടെന്ന് പറയുന്നില്ല. പിന്നെ ഏതാ വിശ്വസിക്കേണ്ടത്? പുരാണങ്ങളും വിശ്വസിക്കണം. പുരാണങ്ങളും ശാസ്ത്രങ്ങളും വിശ്വസിക്കേണ്ട. ഈ ഭഗവാൻ അല്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാം. ടീച്ചറെ, അതല്ല, പുരാണങ്ങൾ വിശ്വസിക്കാതെ അല്ല സുഖയുടെ വിഷയം. ഇപ്പൊ വന്ന വ്യക്തി അത് അസാധാരണ അവതാര സ്വരൂപനാണെങ്കിൽ അയാൾ എപ്പോഴും വരണമെന്നത് തീരുമാനിക്കാൻ അധികാരമുള്ള വ്യക്തിയായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ എപ്പോഴും വരുന്നത് നമ്മൾ തീരുമാനിക്കണം. ഒരു അമ്മയുടെയും ഒരു അച്ഛന്റെയും മകളാ വളരെ കുറച്ചു കാലം നിൽക്കുന്നുണ്ട് അല്ലേ, പിന്നെ രംഗത്ത് വന്ന ഒരാളാണല്ലോ. ഇവർക്ക് വൈഷ്ണവപരമായിട്ടാകുന്ന ഉപദേശം തന്നെ വിഷ്ണു ശരിക്കും പ്രകൃതി വിഷ്ണു ആ ഭക്തരുടെ അമിതമായ പ്രകാശമാണ് ആ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതേമാതിരി തന്നെയാണ് ഈ വ്യക്തിയിലും വരുന്നത്. ഇതിലൂടെ ലഗ്നത്തിൽ വ്യാഴം നീച്ചത് ഏറ്റവും ഉത്തമനായ വ്യക്തി ആയതുകൊണ്ട് അയാൾ എപ്പോഴും ജനിക്കണം അയാളാണ് തീരുമാനിക്കുന്നത്. നമ്മളതൊരു പേരിടാനോ അല്ലെങ്കിൽ മറ്റൊരു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ അദ്ദേഹത്തിനുള്ളതായ ദൈവിക ചൈതന്യത്തിനാണ് നമ്മൾ ഇത് സ്വയം സ്വയം പ്രകാശിക്കുന്നതിനൊക്കെ അതേ നമ്മൾ അത് അത്രയും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് തൊഴിലാളികൾക്ക് നമുക്ക് പാടില്ല. അത് പറയുന്നില്ലല്ലോ. അത് സ്വയം തൊഴണമെന്നോ ആരാധിക്കണോ പറയുന്നില്ല. ഞാൻ യഥാർത്ഥ മനുഷ്യൻ എന്നുള്ള തലത്തിലാണ്. അദ്ദേഹത്തിന്റെ ദൈവിക അംശങ്ങൾ, ആ അംശം സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഏതൊരാൾക്കുണ്ട് ദൈവികമായിട്ടുള്ള ബന്ധം. അതിന് അപരിമയമായ ആ ചൈതന്യത്തിന് നമ്മൾ മാനിക്കാം. ചില നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരും. അത് പിന്നെ കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരമോന്നതിയിലെത്തുമ്പോൾ പിന്നെ അയാൾ അതിന്റെ അപ്പൊ അതിന്റെ ഈ പ്രോസസ് വിധിയിൽ വരെ നമ്മൾ ഇതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കണം. അത് തന്നെയാണ് നമ്മളത് വളർത്തി അതിൻ്റെതായ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാം ഇത് മാത്രം.